Hello friends, welcome back to one more session. നമ്മളിപ്പോൾ മ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ ജെഇ മെയിൻസ് ആൻഡ് അഡ്വാൻസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഒക്കെ നന്നായിട്ട് ചെയ്തു തുടങ്ങി. അതിന്റെ തന്നെ കൂടുതൽ ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കും. അപ്പൊ ഫസ്റ്റ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇന്നത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. Find the number of 3 digit numbers using the digits 1, 2, 3, 4, 5. Okay, where repetition is not allowed. അപ്പൊ നമുക്ക് 5 ഡിജിറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ആദ്യത്തെ സ്ലോട്ട് എത്ര രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റും? 5 രീതിയിൽ ചെയ്യാൻ പറ്റും. റെപ്പറ്റീഷൻ അലൗഡ് ആണോ? അല്ല. അപ്പൊ അടുത്ത സ്ലോട്ടിൽ എന്ത് പറ്റും? ഇവിടെ ഏത് ഉപയോഗിച്ചോ അത് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് 4 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയും യൂസ് ചെയ്തതിന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് 3 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റൂ. So by fundamental principle of counting, answer will be 5 into 4 into 3, which is 60 3-digit numbers where repetition is not allowed can be made using the digits 1, 2, 3, 4, 5. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ബി പാർട്ടായിട്ട് ഈ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? 3 ഡിജിറ്റ് നമ്പേഴ്സ് ഫസ്റ്റ് സ്ലോട്ട് 5 രീതിയിൽ ഫില്ല് ചെയ്യാം, സെക്കൻഡ് സ്ലോട്ട് 5 രീതിയിൽ, തേർഡ് സ്ലോട്ട് 5 രീതിയിൽ. ടോട്ടൽ ആൻസർ വിൽ ബി 5 into 5 into 5, which is 125 will be the correct answer. കാര്യം പിടികിട്ടിയുള്ളൂ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് if every phone number, write down the question, if every phone number consists of 7 digits, full stop, how many telephone numbers are there? How many telephone numbers are there which includes only the digits 2, 3, 5, 7. 2, 3, 5, 7 ഉപയോഗിച്ച് നമുക്ക് 7 ഡിജിറ്റ് ഉള്ള ഫോൺ നമ്പർ ഉണ്ടാക്കണം. അപ്പൊ നമ്മളങ്ങ് സ്ലോട്ട് തുറക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7 അല്ലെ. അപ്പൊ നമുക്ക് 7 ഡിജിറ്റ് ഫോൺ നമ്പേഴ്സ് ആണ്. പക്ഷെ ആ ഫോൺ നമ്പേഴ്സിലെ നമ്പേഴ്സ് എല്ലാം 2ഉം 3ഉം 5ഉം 7ഉം മാത്രമേ ആകാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇപ്പം ചിന്തിക്കും, ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് ആണോ അലൗഡ് അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സാറേ. പക്ഷെ ഓർക്കുക, നമുക്ക് 4 ഡിജിറ്റ് തന്നിട്ട് 7 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണമെങ്കിൽ it is well understood that at least 1 digit should repeat, right? അപ്പോ ഇതിൽ implied ആണ് റെപ്പറ്റീഷൻ അലൗഡ് ആണെന്നുള്ളത്. കാര്യം മനസ്സിലായി? കാരണം 4 ഡിജിറ്റ് തന്നിട്ട് നമുക്ക് 7 ഡിജിറ്റ് ഫോൺ നമ്പർ ഉണ്ടാക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കാര്യം പിടിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 4 രീതിയിൽ. ഈ 4 നമ്പേഴ്സിൽ ഏത് വേണമെങ്കിലും എടുക്കാം. രണ്ടാമത്തതോ അതും 4 രീതിയിൽ, മൂന്നാമത്തതോ 4 രീതിയിൽ. കാരണം റെപ്പറ്റീഷൻ അലൗഡ് ആയേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ 2, 2, 2, 2, 2, 2 എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി തന്നെയാണ്. അപ്പൊ ഇതിനെ 4 രീതി ഫില്ല് ചെയ്യുക, ഇതിനെ 4 രീതി ഫില്ല് ചെയ്യുക. അതായത് 4 into 4 into 7 ടൈംസ്, ദാറ്റ് ഈസ് 4 raised to 7 will be the correct answer. കാര്യം മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എങ്ങനെ റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് നമുക്ക് മനസ്സിലായെന്നുള്ള കാര്യം പിടികിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടന്റുമാണ്. മിക്കവാറും ഉള്ള സ്റ്റുഡൻസ് ആദ്യം കാണുമ്പോൾ തെറ്റ് വരുത്തുന്നതുമായിട്ടുള്ള ചോദ്യമാണ്. In how many ways 5 letters can be mailed if 3 different boxes are available? Boxes എന്ന് പറഞ്ഞാൽ letter boxes. Okay, if 3 different letter boxes are available. അപ്പൊ നമ്മുടെ കൈവശം 3 ലെറ്റർ ബോക്സസ് ഉണ്ട്. ലെറ്റർ ബോക്സ് എല്ലാവരും കണ്ടിട്ടില്ലേ? ചമല കളറിൽ ഇരിക്കുന്ന സാധനം അല്ലെ. 3 ലെറ്റർ ബോക്സസ് ഉണ്ട്, 5 ലെറ്റർ ഉണ്ട്. ഇതിന് നമ്മൾ എത്ര രീതിയിൽ അയക്കാം? നിങ്ങൾ എല്ലാവരും ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഉള്ളവർ എഴുതാൻ പോകുന്ന 5 ക്യൂബ് എന്നാണ്. ഇത് തെറ്റാണ്. ഇതൊരു 99% സ്റ്റുഡൻസും ഞാനിത് ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചോദ്യം കാണുമ്പോൾ 5 ക്യൂബ് എന്ന് എഴുതും. പക്ഷെ ഉത്തരം അതല്ല. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ നമ്മളുടെ കയ്യിലുള്ള 5 ലെറ്റർ ഉണ്ട്, 3 ലെറ്റർ ബോക്സസ് ഉണ്ട്. ആരുടെ കയ്യിലാണ് ചോയ്സ് ഉള്ളത്? ചോയ്സ് ഉള്ളത് ലെറ്ററിനല്ലേ. ലെറ്ററിന് സെലക്ട് ചെയ്യാം ഏത് ലെറ്റർ ബോക്സിലേക്ക് പോകാമെന്നുള്ളത്. കാര്യല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കും? ആദ്യം നമ്മൾ ലെറ്റർ 1 എടുക്കും.
അതിന് എത്ര ചോയ്സസ് ഉണ്ട്? ആ ലെറ്റർ 1 വേണമെങ്കിൽ ഈ ബോക്സിൽ പോകാം, ഈ ബോക്സിൽ പോകാം, ഈ ബോക്സിൽ പോകാം. ലെറ്റർ 1 3 ചോയ്സസ് ഉണ്ട്. കാര്യം പിടികിട്ടിയോ? ഫോളോഡ് ബൈ ദാറ്റ് ലെറ്റർ 2 എടുത്തു കഴിഞ്ഞാലോ അതിനും ഈ 3 ഏത് ബോക്സിൽ വേണമെങ്കിലും പോകാം. ലെറ്റർ 3ക്കും പറ്റും, ലെറ്റർ 4നും പറ്റും. അപ്പൊ എന്താണ്? ഫസ്റ്റ് ലെറ്ററിന് 3 ചോയ്സ്, സെക്കൻഡ് ലെറ്ററിന് 3 ചോയ്സ്, തേർഡിന് 3, ഫോർത്തിന് 3, ഫിഫ്ത്തിന് 3. So the answer will become 3/5 and not 5/3. മിക്കവാറുമുള്ള സ്റ്റുഡൻസ് വിചാരിക്കും ഓക്കെ ലെറ്റർ ബോക്സ് ആണോ ലെറ്ററിനെ സെലക്ട് ചെയ്യുന്നത്. അല്ലല്ലോ, ഓരോ ലെറ്ററും എടുത്തു കഴിഞ്ഞാൽ ലെറ്റർ ആണ് തീരുമാനിക്കുന്നത് ഏത് ബോക്സിനുള്ളിലേക്ക് പോകണമെന്നുള്ളത്. ഓരോ ലെറ്ററിനും 3 ചോയ്സസ് ഉണ്ട്. സോ ദി ആൻസർ വിൽ ബിക്കം 3/5. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇഫ് 10 true or false questions are given, if 10 true or false questions are given, how many sequence of answers are possible? How many sequence of answers? See, ഓരോ ഒന്നാമത്തെ ചോദ്യത്തിന് 2 ചോയ്സസ് ഇല്ലേ? ട്രൂ ആകാം, ഫോൾസ് ആകാം. രണ്ടാമത്തെ ചോദ്യത്തിനും 2 ചോയ്സ്, മൂന്നാമത്തെ ചോദ്യത്തിനും 2 ചോയ്സ് അല്ലെ? ഓരോ ചോദ്യങ്ങൾക്കും 2 ചോയ്സ് പോസിബിൾ ഉണ്ട്. ചിലപ്പോ ഒരു കുട്ടി ഇങ്ങനെ എഴുതുന്ന എല്ലാം ട്രൂ എന്ന് ഇങ്ങനെ, ഇതൊരു ചോയ്സ് ആണ് അല്ലെ? ഇപ്പൊ എത്ര എണ്ണമായി? 6. ഇതൊരു പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ ട്രൂ ഫോൾസ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ എത്ര പാറ്റേൺസിൽ നമുക്ക് ഈ 10 ചോദ്യത്തിന് ഉത്തരം ചെയ്യാം. എന്തായത്? ദിസ് ഇസ് സെയിം ആസ് ടോസിങ് എ കോയിൻ അല്ലെ? കോയിൻ ടോസ് ചെയ്യുമ്പോഴും 2 പോസിബിലിറ്റി ഉണ്ട്, ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഇവിടെയും അതേ രീതിയിൽ തന്നെയാണ്. ആദ്യത്തെ ചോദ്യത്തിന് എത്ര ചോയ്സ്? ട്രൂ ആകാം, ഫോൾസ് ആകാം. രണ്ടാമത്തേന് ട്രൂ ആകാം, ഫോൾസ് ആകാം. മൂന്നാമത്തേന് ട്രൂ ആകാം, ഫോൾസ് ആകാം. So the final answer will become 2 into 2 into 2 10 times. So the answer will become 2/10, which is 1024 sequences are possible. കാര്യം പിടികിട്ടിയോ? So the final answer will be 1024. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, അടുത്ത ഇതിന്റെ ഒരു ബി പാർട്ട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ number of ways of giving correct answer to all the questions. Correct answer to all the questions അല്ലെ? ഈ 1024 രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതിൽ അതിൽ ഒറ്റ ഒരെണ്ണം മാത്രമല്ലേ കാണൂ എല്ലാ ചോദ്യങ്ങളും ശരിയായിട്ട് എഴുതിയത്? ലോജിക്ക് മനസ്സിലായോ? വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒരാൾക്ക് എല്ലാ ചോദ്യങ്ങളും എങ്ങനെ ശരിയായിട്ട് എഴുതാം? കറക്റ്റ് ഉത്തരം കൊടുത്താലേ ഒരു കറക്റ്റ് ഉത്തരം എല്ലാത്തിനും എഴുതുന്ന ഒരു ഒറ്റ രീതിയിലല്ലേ പറ്റത്തുള്ളൂ. സോ ദി ആൻസർ വിൽ ബി 1. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ഇതൊരു കാണാതെ പഠിക്കേണ്ട ചാപ്റ്റർ അല്ല. കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. 10 ചോദ്യം തന്നിട്ടുണ്ട്, 10 എണ്ണവും ശരിയായിട്ട് എത്ര രീതിയിൽ എഴുതാം? നമുക്കറിയാം 1024 സീക്വൻസസിൽ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാം. പക്ഷെ അതിൽ ഒറ്റ ഒരെണ്ണം മാത്രമല്ലേ എല്ലാം ശരിയായിട്ട് വരുന്നതുള്ളൂ അല്ലെ? സോ ദി ആൻസർ വിൽ ബി 1. കാര്യം മനസ്സിലാവും? സോ നമ്പർ ഓഫ് വേസ് ഓഫ് ഗിവിംഗ് correct answer to all the questions, just one way. Okay, അടുത്തൊരു സി ചോദ്യം. number of ways in which one can attempt all answers wrong. എല്ലാ ആൻസേഴ്സും നമ്മൾക്ക് എങ്ങനെ റോങ് ആക്കാൻ പറ്റും അല്ലെ? നമ്മൾ ഈ 10 എണ്ണം എഴുതുമ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്നേ ഉള്ളൂ. എല്ലാം തെറ്റിച്ചെഴുതുന്ന ഒരു ഒറ്റ രീതിയിലല്ലേ പറ്റത്തുള്ളൂ? എല്ലാം ശരിയായിട്ട് എഴുതുന്നത് പോലെ തന്നെയല്ലേ എല്ലാം തെറ്റെഴുതുന്നത്. ഇപ്പൊ ഒരെണ്ണത്തിന് ഫോൾസ് മാറി അങ്ങ് ട്രൂ ആക്കി കഴിഞ്ഞാൽ അവിടെ ആൻസർ മാറുകയല്ലേ? കാര്യം പിടിയോ? അപ്പോ ഈ 10 എണ്ണത്തിനെയും തെറ്റിച്ച് എത്ര രീതിയിൽ എഴുതാം? അതും ഈ 1024 ഒറ്റ രീതിയിലല്ലേ പറ്റും? കാര്യം പിടിയോ? So number of ways in which one can attempt all answers wrong, that is also 1. കാര്യം പിടിയിട്ടില്ലോ? ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു ഡി ചോദ്യം നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ കറക്റ്റ് ആൻസർ ഷുഡ് ബി കറക്റ്റ്. അത് എത്ര രീതിയിൽ എഴുതാൻ പറ്റും? അറ്റ്ലീസ്റ്റ് വൺ കറക്റ്റ് ആൻസർ നമ്മൾക്ക് എത്ര രീതിയിൽ എഴുതാൻ പറ്റും? ടോട്ടൽ 1024 രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരെണ്ണം, ഈ ഒരു ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ എല്ലാം തെറ്റായിട്ട് വരുന്നത്? കാര്യം പിടികിട്ടിയോ? So total minus the case where everything is wrong will give you the case where at least one of the questions is correct. So the answer will be 1024 minus 1, which is 1023 will be the correct answer.
കാര്യം പിടിക്കാം. സോ ടോട്ടൽ 1024 വേസ് ഉണ്ട്. അതിൽ നിന്ന് 1 കുറയ്ക്കുകയാണ്. എന്താണ് ആ 1? ആ 1 എന്ന് പറയുന്നത് the case where everything is wrong. So when you remove the case where everything is wrong, you will get all the cases where at least one, ഒരെണ്ണമെങ്കിലും ശരിയായിട്ടുള്ള എല്ലാ കേസസും, ചിലപ്പോൾ എല്ലാം ശരിയാകാം, 2 എണ്ണം ശരിയാകാം, 1 എണ്ണം ശരിയാകാം, 8 എണ്ണം ശരിയാകാം, എല്ലാം ഇതിന്റെ അകത്ത് ഈ 1023 ഉൾപ്പെടും. അതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുകയാണ്, ഈ 1024 നിന്ന് ഒരെണ്ണം കുറയ്ക്കുകയാണ്, where everything is given in the wrong way. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ലെറ്റർ ബോക്സിന്റെ പോലത്തെ വേറൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. number of ways in which we can put 6 balls in 4 boxes. 6 balls in 4 boxes. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബോളിനാണോ ചോയ്സ് ഉള്ളത്, ബോക്സിനാണോ ചോയ്സ് ഉള്ളത്? 4 ബോക്സസ് ഉണ്ട്. ആദ്യത്തെ ബോൾ എടുക്കുന്നു. ബോൾ 1ന് എത്ര ചോയ്സ് ഉണ്ട്? 4 ചോയ്സ്. ബോൾ 2ന് എത്ര ചോയ്സ് ഉണ്ട്? 4 ചോയ്സ് അല്ലെ? രണ്ടാമത്തെ ബോളിനും ചൂസ് ചെയ്യാം ഈ 4 എണ്ണത്തിൽ ഏത് ബോക്സിലേക്ക് പോകണമെന്ന്. So the correct answer will be first ball will have 4 choices, followed by that second one 4 choice, third one 4 choice, fourth one 4 choice, fifth 6. All of them are having 4 choices, right? So the correct answer will become 4:6. കാര്യം പിടിയോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ 4 ബോക്സസും 6 ബോൾസും ഉണ്ടെങ്കിൽ ആദ്യത്തെ ബോളിന് 4 ചോയ്സ്, രണ്ടാമത്തെ ബോളിന് 4 ചോയ്സ്. So the final answer will become 4^6. This should be the correct answer. Okay, all right. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നമുക്ക് നോക്കാം. ഓക്കെ, ചോദ്യം എന്ന് പറയുന്നത് how many 4-digit even numbers can be made by using the digits 0, 1, 2, 3, 4, 5, 6 where repetition is not allowed. First case എന്ന് പറയുന്നത് repetition not allowed ആയിട്ടുള്ള കേസ്. Okay, how many 4-digit even numbers can be made by using the digit 0, 1, 2, 3, 4, 5, 6? ഈ ഡിജിറ്റ് ഉപയോഗിച്ച് ഈവൻ നമ്പേഴ്സ് 4 ഡിജിറ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും ഓർക്കുക, 0 വരുന്ന കേസുകളെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് മനസമാധാനം ഉണ്ടാക്കാനായിട്ട് എളുപ്പം. കാരണം 0യും ബാക്കിയുള്ളതിനെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് വരാം. അപ്പൊ എപ്പോഴും ഒരു തമ്പ് റൂൾ ആയിട്ട് യൂസ് ചെയ്യുക, മിസ്റ്റേക്സ് കുറയ്ക്കാനായിട്ട് 0 ഉള്ള കേസിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഹൗ മെനി 4-digit ഈവൻ നമ്പേഴ്സ്? അപ്പൊ നമുക്ക് ആദ്യം 0 വെച്ച് എൻഡ് ചെയ്യുന്ന, നമുക്കറിയാം ഒരു നമ്പർ ഈവൻ ആകണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് 0, 2, 4, 6, 8 ഇത് ഏതെങ്കിലും അല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കേസ് വേർ ദിസ് ഡിജിറ്റ് ഇസ് എൻഡിങ് വിത്ത് 0. കാര്യം പിടികിട്ടിയല്ലോ. ദിസ് 4-digit നമ്പർ ഇസ് എൻഡിങ് വിത്ത് 0. ആ ഒരു നമ്പർ 0 വെച്ച് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ഈവൻ നമ്പർ ആണല്ലോ. സോ വി ആർ ഫില്ലിംഗ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ആർ ഫിക്സിംഗ് 0 അറ്റ് ദ ലാസ്റ്റ് സ്ലോട്ട്. അത് ചെയ്തല്ലോ. അതായത് ലാസ്റ്റ് സ്ലോട്ട് നമ്മൾ ഒരൊറ്റ രീതിയിൽ ഫില്ല് ചെയ്യുകയാണ്. അതായത് നമ്മൾ 0 വെച്ച് എൻഡ് ചെയ്യുന്ന ഈവൻ നമ്പേഴ്സിനെ എല്ലാം അങ്ങ് ആദ്യം കണ്ടുപിടിക്കുകയാണ്. കാര്യം പിടികിട്ടിയല്ലോ. സോ 0 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്മൾ നമ്പർ ഇവിടെ ഇട്ടു. ഇനി ഈ സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഈ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള ഈ 6 ഡിജിറ്റ്സിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തൂടെ. സോ ദിസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 6 ways. ഫോളോഡ് ബൈ ദാറ്റ് ഇവിടെ എന്ത് പറ്റും? ഇവിടെ യൂസ് ചെയ്തതും ഇവിടെ യൂസ് ചെയ്തതും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ 5 രീതിയിൽ, ഇവിടെ 4 രീതിയിൽ, 1 രീതിയിൽ. So number of even numbers which ends with 0 എന്ന് പറയുന്നത് 6 into 5 into 4 which is 30 into 4 which is 120 അല്ലെ? So 120 എന്ന് കിട്ടി. Plus now let's find all those even numbers which do not end with 0. അതായത് ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് വരാം. അപ്പൊ നമുക്കറിയാം 2, 4, 6 ഇതല്ലേ ഉള്ള പോസിബിലിറ്റീസ് പിന്നെ ഈവൻ നമ്പർ ആകാൻ. കാരണം 0 വെച്ച് എൻഡ് ചെയ്യുന്ന കേസ് എല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ ഈ 120 എണ്ണത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ 2, 4 or 6 വെച്ച് വരുന്നത്, അതായത് ഈ സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 3 രീതിയിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഡെഫിനറ്റ്ലി ഫസ്റ്റ് സ്ലോട്ട് 0 വരാൻ പറ്റില്ല. ഫസ്റ്റ് സ്ലോട്ട് 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സോസ്റ്റ് ചെയ്ത് 0 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നതാണ്. ഓക്കെ,
സോ ഫസ്റ്റ് ഡിജിറ്റ് 0 വരാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ 0യും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്ത ഡിജിറ്റും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൽ നിന്ന് 0യും ഇവിടെ യൂസ് ചെയ്തതും ഒഴികെ ബാക്കി 5 രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഇവിടെ യൂസ് ചെയ്തത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്തത് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 0 യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ 0 വരുമ്പോഴത്തേക്ക് ഇവിടെയും 5 രീതിയിൽ, പിന്നെ ഇവിടെയും 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 യൂസ് ചെയ്യാൻ പറ്റില്ല, സോ ഇവിടെ 4 രീതിയിൽ. So the answer will become 5 into 5 into 4 into 3. So this will become 100 into 3, 300. So the final answer will become 300 e case plus e case, that is 300 plus 120, which is 420 will be the correct answer. കാര്യം മനസ്സിലായല്ലോ? റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്ത കേസിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതേ ചോദ്യം ഇഫ് റെപ്പറ്റീഷൻ അലൗഡ് ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ തന്നെ 2 കേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 0 ഫിക്സ് ചെയ്യുന്ന, ഇവിടെ 0 വെച്ച് വരുന്നത് ഒരു രീതിയിൽ ചെയ്തു. പിന്നെ ഇവിടെ എന്താണ് നമുക്കുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6 ആണ് അല്ലെ? ഇവിടെ എന്തായാലും 0 വരാൻ പറ്റില്ല അല്ലെ? ബാക്കി എത്രയുണ്ട്? ബാക്കി 6 എണ്ണവും ഇവിടെ വരാം. കാര്യം മനസ്സിലായല്ലേ? ഫോളോഡ് ബൈ ദാറ്റ് ഇവിടെയോ? ഇവിടെ 0 വീണ്ടും വരാം, കാരണം റെപ്പറ്റീഷൻ അലൗഡ് ആയിട്ടുള്ള കേസാ. ഇവിടെയും ബാക്കി ഏത് ഡിജിറ്റ് വേണമെങ്കിലും വരാം. സോ ദി ആൻസർ വിൽ ബിക്കം 6 into 7 into 7, which is 49 പ്ലസ് ഇവിടെ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന കേസ് അല്ല, നമ്മൾ ഇവിടെ എക്സോസ്റ്റ് ചെയ്തു. ഇവിടെ എത്ര വരാം? 2 4 6 വരാം. അതായത് ഇത് വീണ്ടും 3 രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെയോ? ഇവിടെ 0 വരാൻ പറ്റില്ല, ബാക്കി ഏത് ഡിജിറ്റ് വേണമെങ്കിലും വരാം, കാരണം റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അതിന് ഇവിടെ 6 രീതിയിൽ പറ്റും, ഇവിടെ 7 രീതിയിൽ പറ്റും, ഇവിടെയും 7 രീതിയിൽ, കാരണം റെപ്പറ്റീഷൻ അലൗഡ് ആണ്. വീണ്ടും 0 ഒക്കെ ഇവിടെ വരാം അല്ലെ? സോ ദിസ് ആൻസർ വിൽ ബിക്കം 18 into 49. കാര്യം പിടിയിട്ട് ഇതിന് രണ്ടിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 49 into 24. 49 കോമൺ എടുത്തു കഴിഞ്ഞാൽ 49 into 6 plus 18, 24. ഇത് എത്ര എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ അങ്ങ് എഴുതിയേക്കുമല്ലോ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, സോ റെപ്പറ്റീഷൻ അലൗഡ് ആയിട്ടുള്ള കേസിൽ ഇതായിരിക്കണം ശരി ഉത്തരം എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ അടുത്തതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് ഇത് ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതിന്റെ ചാപ്റ്റർ ഞാൻ തീരുന്ന വരെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇതാ ട്രൈ ചെയ്ത് ഈ ഒരു തോട്ട് പ്രോസസ് ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് യൂസിങ് 0, 1, 2, 3, 4, 5, 6. How many number of 5-digit numbers? How many number of 5-digit numbers greater than 24,000 can be made? Greater than 24,000 can be made. ഇതാണ് നമ്മുടെ ചോദ്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ 24,000-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള 5-digit numbers to be formed using 0, 1, 2, 3, 4, 5, 6. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ചെയ്തത്? 24,000-നും 24,001-നും 24,999-നും ഇടയ്ക്ക് ഇത് വെച്ച് എത്ര ഡിജിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മളിപ്പോ ഇങ്ങനെ എഴുതുവാണെങ്കിൽ അതെന്തായാലും ഗ്രേറ്റർ ദാൻ 24,000 ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് 2ഉം 4ഉം ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്യാം. അതായത് ഇത് 1 രീതിയിൽ, ഇത് 1 രീതിയിൽ. ഇനി ഇവിടെ ഏത് നമ്പർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 24,000, റൈറ്റ്? എക്സെപ്റ്റ് ഫോർ ദ കേസ് ഇറ്റ് ഇസ് ബിക്കമിങ് 0, 0, 0. അത് വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ ആവത്തില്ല, ഈക്വൽ ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇവിടെ 1 3 പ്രാവശ്യം വന്നാൽ കുഴപ്പമില്ല, 2 3 പ്രാവശ്യം വന്നാൽ കുഴപ്പമില്ല. അതായത് ഇവിടെ ഈ ബാക്കി 7 ഡിജിറ്റ്സിൽ 7 എണ്ണവും യൂസ് ചെയ്യാം, 0 വന്നാലും കുഴപ്പമില്ല. ഇവിടെയും 7 രീതിയിൽ ചെയ്യാം, ഇവിടെ 7 രീതിയിൽ ചെയ്യാം. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 24,000 except that one case where 0, 0 and 0 will come in this place. So the answer will become 1 into 1 into 7 into 7 into 7, that is 7 cube minus that one case. What is that one case? That is the case for 24,000. ആ 24,000 എന്നുള്ള കേസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. So this will give you all the numbers between 24,001 and 24,999. കാര്യം പിടികിട്ടിയല്ലോ? കാരണം ഇവിടെ 7 രീതിയിൽ ഇതിൽ ഏത് ഡിജിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും it will become greater than 24,000 except the case where 0, 0 and 0 coming in place, that is reduced here. കാര്യം പിടികിട്ടിയല്ലോ? അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് ഇനി എന്താണ് നമുക്ക്
1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 5 ഡിജിറ്റ് നമ്പേഴ്സ് ഒന്നും ഗ്രേറ്റർ ആവില്ല. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് ഈ 3ഉം 4ഉം 5ഉം 6ഉം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് നമ്പേഴ്സും 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 24,000. ശരിയല്ലേ? അപ്പൊ ഇതിനെ എത്ര രീതിയിൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും? 4 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റും. ബാക്കി ഇവിടെ 7 രീതിയിൽ, ഇവിടെ 7 രീതിയിൽ, ഇവിടെ 7 രീതിയിൽ, ഇവിടെ 7 രീതിയിൽ. ശരിയല്ലേ? ഇപ്പൊ എല്ലാം 0 വന്നു കഴിഞ്ഞാലും ഇവിടെ വിൽ ബി greater than 24,000, right? So this answer will be 4 into 7 raised to 4. Can you read? So this will become 4 into 7 raised to 4. ഇതും കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം മിസ്സായതുണ്ടോ? ഒരു കാര്യം നമ്മൾ മിസ്സാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ മിസ്സാക്കിയ കാര്യം, ഒരു കാര്യം കൂടെ മിസ്സാക്കിയിട്ടുണ്ട്. ഈ 2 ഇവിടെ വന്നിട്ട് ഇവിടെ 5ഓ 6ഓ വരുന്ന കേസുകളും വിൽ ബി ഗ്രേറ്റർ ദാൻ this, right? So നമ്മൾ 2 ഇവിടെ ഫിക്സ് ചെയ്തു 1 രീതിയിൽ, ഇവിടെ 5ഉം 6ഉം വരാം, അതായത് 2 രീതിയിൽ അല്ലെ. ബാക്കി ഇവിടെ എന്താണ്, ഏത് 7 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 24,000 സ്റ്റിൽ അല്ലെ. നമ്മളിവിടെ 24,000 24,999 വെച്ചപ്പോൾ 25,000 26,000 ഇടയ്ക്കൊക്കെ ഉള്ള നമ്പേഴ്സ് നമ്മൾ വിട്ട് കളഞ്ഞു. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നല്ലോ. അതായത് ഇവിടെ 2നെ അങ്ങ് ഫിക്സ് ചെയ്തു. ഇവിടെ 2 രീതിയിൽ, ഏതൊക്കെയാ 2? 5ഓ 6ഓ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബി ഗ്രേറ്റർ ദാൻ 24,000 അല്ലേ. അപ്പൊ ഇവിടെ 2 രീതിയിൽ, ബാക്കിയെല്ലാം ഏത് ഡിജിറ്റ് കൊണ്ട് ഫിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. സോ ദിസ് ആൻസർ, what will this become? This will become plus ഇവിടെ 2 into 7 cube. കാര്യം പിടിയോ? സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ അങ്ങ് എഴുതിക്കോ. ചെയ്യുമല്ലോ, സ്വന്തമായിട്ട് ചെയ്യുമല്ലോ. ഗുഡ്, ഗ്രേറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ ഒന്ന് ചിന്തിച്ചു പോകാം. ഹൗ മെനി 5 ഡിജിറ്റ് നമ്പേഴ്സ് ലെസ് ദാൻ 54,000 can be made like this? Less than 54,000. ഓക്കെ, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുമല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഉത്തരം എനിക്ക് കമന്റിൽ അറിയിക്കുക. ചെയ്തവർ ആരൊക്കെയാണെന്നൊന്നും, മിടുക്കന്മാർ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നിങ്ങളുടെ പേരും എഴുതിയിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കുക. വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് containing only 1 7 and repetition of digits is not allowed. Automatically repetition of digits is not allowed. Okay, നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. that should contain only a single 7. ഓക്കെ, അപ്പൊ നമുക്ക് 7നെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 7 എവിടൊക്കെ വരാം? 7 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാം, സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് വരാം, ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാം അല്ലെ. സോ ലെറ്റ്സ് ഫസ്റ്റ് കൺസിഡർ ദ കേസ് വേർ 7 is coming in the last slot. അതായത് നമ്മൾ ഈ ഫസ്റ്റ് സ്ലോട്ട് നമ്മൾ ഒരൊറ്റ രീതിയിൽ ഫില്ല് ചെയ്യുകയാണ്, 7 വെച്ച് ഫില്ല് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് സ്ലോട്ട് ഏതൊക്കെ വരാം? 7 വരാൻ പറ്റില്ല, റെപ്പറ്റീഷൻ അലൗഡ് അല്ല. പിന്നെ only 1 7 പറ്റൂ. പിന്നെ 0യും വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 8 രീതിയിൽ ഫില്ല് ചെയ്യാം. ഫോളോഡ് ബൈ ദിസ്. ഇവിടെയോ, ഇവിടെ ഏത് യൂസ് ചെയ്തോ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 0 യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനെ 8 രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഹിയർ 7 coming in the last slot, the answer will become 8 into 8 plus 7 എവിടെ വരുന്നു? 7 നമുക്ക് സെക്കൻഡ് സ്ലോട്ടിൽ വരുത്താം. 7 സെക്കൻഡ് സ്ലോട്ടിൽ വരുത്തി കഴിഞ്ഞാൽ ഇവിടെ എത്ര രീതിയിൽ വരും? ഒരൊറ്റ രീതിയിൽ. ഇവിടെയോ, ഇവിടെ 7 യൂസ് ചെയ്യാൻ പറ്റില്ല, 0 യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ 8 രീതിയിൽ ഫില്ല് ചെയ്യാം. ഫോളോഡ് ബൈ ദാറ്റ്. ഇവിടെയോ, ഇവിടെയും യൂസ് ചെയ്തത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 8 രീതിയിൽ. കാര്യം പിടികിട്ടിയല്ലോ. സോ ദിസ് ആൻസർ will also become 8 into 8. ഇനി മൂന്നാമത്തത് 7 ഫസ്റ്റ് സ്ലോട്ടിൽ വരുന്നത്. 7 ഫസ്റ്റ് സ്ലോട്ടിൽ വരുവാണെങ്കിൽ that can be filled in just one way. ഇവിടെയോ 0 വരാമല്ലോ, 0 സെക്കൻഡ് ഡിജിറ്റിൽ വരുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ 9 രീതിയിൽ. ഇവിടെയും യൂസ് ചെയ്ത് 7ഉം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏത് യൂസ് ചെയ്തോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് 8 രീതിയിൽ. സോ ദി ആൻസർ വിൽ ബിക്കം 8 into 8, that is 8 square, plus ഇവിടെയും 8 into 8, which is 8 square, plus 9 into 8, 8 9s are 72. So this is 64 plus 64 plus 72. 64 into 2 എന്ന് പറയുന്നത് 128 plus 72. So the final answer will become 200. കാര്യം പിടികിട്ടിയല്ലോ. Final answer will become
200 over here. Okay, wonderful. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വീണ്ടും വരാൻ പോകുന്നത്. ചോദ്യം എന്ന് പറയുന്നത് number of 3-digit numbers in which digit at 100th place is greater than other two. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു 3-digit നമ്പർ ആവണമെങ്കിൽ ഫസ്റ്റ് സ്ലോട്ടിൽ എവിടെ നിന്ന് തുടങ്ങാൻ പറ്റും? ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വിത്ത് 1 അല്ലെ? അതായത് ഇതിനെ നമ്മൾ ഒരൊറ്റ രീതിയിൽ ഫില്ല് ചെയ്യുകയാണ്. ഇപ്പൊ എന്താ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ 3-digit നമ്പേഴ്സിൽ ഡിജിറ്റ് അറ്റ് 100th place is greater than other two. അതായത് ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടും ഉള്ളത് 1-നേക്കാൾ ചെറിയ ഡിജിറ്റ്സ് ആണ്. 1-നേക്കാൾ ചെറിയ ഏത് ഡിജിറ്റ് നമുക്കുള്ളൂ? 0 ഉള്ളൂ. അതായത് ഇവിടെ 0 തന്നെ ആകാൻ പറ്റും. അതായത് ഇത് 1 രീതിയിൽ, ഇത് 1 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റും. സോ ദി ആൻസർ വിൽ ബി 1. ദാറ്റ് ഇസ് ജസ്റ്റ് 100 is the only possible number where 1 is in the first 100th place and the other two digits should be lower than the number in the 100th place. So starting with 1 ഒരൊറ്റ നമ്പറേ പറ്റൂ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് വിത്ത് 2 എടുത്തു കഴിഞ്ഞാൽ 3-digit നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് 2, അതായത് ഈ ഒരു സ്ലോട്ട് നമ്മൾ ഒരു രീതിയിൽ ഫില്ല് ചെയ്താൽ ഇവിടെ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ 1 ആകാം 0 ആകാം അല്ലെ? അതായത് ഇവിടെ രണ്ട് പോസിബിലിറ്റി, ഇവിടെയും 1 ആകാം 0 ആകാം, രണ്ട് പോസിബിലിറ്റി. So the answer will become 1 into 2 into 2 which is 2 square. കാര്യം പിടിയിട്ടിയല്ലോ. ഇതിനെ നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതിയേക്കാം. അതൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടിയിട്ടും 1 into 1 എന്നുള്ളത് 1 സ്ക്വയർ എന്നല്ലേ? 1 സ്ക്വയറും 1 സെയിം ആണല്ലോ, എഴുതാമല്ലോ. ഇനി അടുത്തത് എന്താണ് പോസിബിലിറ്റി? അടുത്തത് ഇതിനെ നമുക്ക് 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്നത്. പിന്നെ ഇവിടെ ഏതൊക്കെ പറ്റും? 3 പറ്റില്ല, 3ക്ക് മുകളിലുള്ള പറ്റില്ല, പക്ഷെ 0 1 2 പറ്റും. അതായത് ഇതിനെ 3 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇവിടെയും 0 1 2 3 രീതിയിൽ ഫില്ല് ചെയ്യാം. സോ ദി ആൻസർ വിൽ ബിക്കം 3 സ്ക്വയർ. സിമിലർലി 4 വെച്ച് തുടങ്ങുന്നത് 4 സ്ക്വയർ, 5 വെച്ച് തുടങ്ങുന്നത് 5 സ്ക്വയർ, എക്സെട്ര 9 വെച്ച് തുടങ്ങുന്നത് 9 സ്ക്വയർ. So the final answer will be this plus this plus this plus etc up to this, that is 1 square plus 2 square plus 3 square plus etc plus 9 square. ഇതല്ലേ നമുക്ക് വരുന്ന ശരി ഉത്തരം? കാര്യം പിടിയിട്ടിയല്ലോ. 1 square plus 2 square plus 3 square plus etc 9 square. നിങ്ങൾ ഓർക്കുക, sum of squares of n natural numbers, that is 1 square plus 2 square plus 3 square plus etc plus n square. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഈസി ഫോർമുല ഉണ്ട്, which is n into n plus 1 into 2n plus 1 divided by 6. ഈ ഫോർമുലയെ കുറിച്ച് നിങ്ങൾ സീക്വൻസ് ആൻഡ് സീരീസിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡിൽ പഠിക്കും. ഇപ്പൊ ഇത്രയും ഓർത്ത് വെച്ചാൽ ഈ ഫോർമുല എക്സിസ്റ്റിംഗ് ആണ്. n into n plus 1 into 2n plus 1 divided by 6. അപ്പൊ ഇവിടെ 1 square plus 2 square plus 3 square plus 9 square വന്നു കഴിഞ്ഞാൽ n ന്റെ വാല്യൂ എത്രയാണ്? 9 ആണ്. So you'll write it as 9 into 9 plus 1 എന്ന് പറയുന്നത് 10 into 2n plus 1, that is 2 into 9 18 plus 1 which is 19 divided by 6. Okay, ഇപ്പൊ ഈ ഫോർമുല അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു n, 1 square plus 2 square plus എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന് പറയുന്നത് n into n plus 1 into 2n plus 1 divided by 6. നിങ്ങൾ ഈ 1 square plus 2 square ചുമ്മാ ആഡ് ചെയ്യാനായിട്ട് സമയം എടുക്കില്ലേ? അതിനുവേണ്ടി എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഇത്, ഫോർമുലയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള. ഓക്കെ, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബിക്കം 285. എല്ലാവരും സിംപ്ലിഫൈ ചെയ്യുമല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ കണ്ടതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. All possible 3-digit even numbers, 3-digit even numbers which can be formed with the condition that if 5 is one digit, then
7 should be the next digit. 7 should be the next digit. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒന്ന് വായിച്ച ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഓൾ പോസിബിൾ, നമ്മൾ 3 ഡിജിറ്റ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് എല്ലാം കണ്ടുപിടിക്കണം. അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ആ 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സിൽ 5 ഒരു ഡിജിറ്റ് ആണെങ്കിൽ 5ന്റെ അടുത്തത് 7 ആയിരിക്കണം. അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് ഇപ്പൊ 5 ഫസ്റ്റ് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ we are fixing 5 in the first digit, so next digit has to be 7. അതുകൊണ്ട് തന്നെ ഇതും 1 രീതിയിലേ പറ്റത്തുള്ളൂ. then ഇവിടെ എത്ര രീതിയിൽ നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യാൻ പറ്റും? 3 ഡിജിറ്റ് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആവണമെങ്കിൽ ലാസ്റ്റ് സ്ലോട്ട് ഷുഡ് ബി ഫിൽഡ് ബൈ 0, 2, 4, 6, 8. ഇത്രയല്ലേ ഉള്ളൂ പോസിബിലിറ്റീസ്. അതായത് 5 രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റും. so the answer will become 1 into 1 into 5, which is 5. കാര്യം പിടികിട്ടിയല്ലോ. അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഓർക്കും, ഇനി നിങ്ങൾ ചിന്തിക്കും, ഇപ്പൊ 5 രണ്ടാമത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 7 ആകണ്ടേ അല്ലെ? 5 രണ്ടാമത് വന്നാൽ ഇവിടെ 7 ആകും. 7 വെച്ച് എൻഡ് ചെയ്യുന്ന ഈവൻ നമ്പർ ആണോ? അല്ല. അപ്പൊ ഈ കേസ് പോസിബിളേ അല്ല. 5 രണ്ടാമത്തെ ഡിജിറ്റ് ആവാൻ പറ്റില്ല. 5 മൂന്നാമത്തെ ഡിജിറ്റ് ആകാൻ പറ്റുമോ? പറ്റില്ല. 5 മൂന്നാമത്തെ ഡിജിറ്റ് ആയാൽ അവിടെയും അത് ഓട്ടോമാറ്റിക്കലി ഈവൻ നമ്പർ അല്ലാതായി മാറുന്നു. അപ്പൊ 5 ഉള്ള കേസ് ഇത് മാത്രമേ പാടുള്ളൂ. പക്ഷേ ഇപ്പം പറഞ്ഞിട്ടുണ്ട് 5 ഒരു ഡിജിറ്റ് ആണെങ്കിൽ അടുത്ത 7. 5 ഇല്ലാത്ത കേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 5 ഇല്ലാത്ത കേസ് എല്ലാം കൺസിഡർ ചെയ്യണം. കാരണം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 5 വന്നു കഴിഞ്ഞാൽ അടുത്തത് 7 ആകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ നമുക്ക് 5 ഇല്ലാത്ത കേസ്, അന്നേരം ഈ ഈവൻ നമ്പേഴ്സ് ഇവിടെ 5 രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 0യും പറ്റില്ല അല്ലെ? ഇവിടെ നമുക്ക് 0യും പറ്റില്ല, പിന്നെന്താ പറയുന്നത്? 5ഉം പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ 8 രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? 0 പറ്റും, 5 പറ്റില്ല. ബാക്കി എത്ര? 9. കാരണം നിങ്ങളിപ്പോ ഓർക്കും, ഇപ്പൊ 7 ഇവിടെ വരുന്നുണ്ടല്ലോ സാർ, അന്നേരം 5 വരണം. പറഞ്ഞിട്ടില്ല. 7ന്റെ കൂടെ 5 വരണമെന്ന് പറഞ്ഞിട്ടില്ല. 5 വന്നു കഴിഞ്ഞാൽ 7 വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 7 ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 5 ഒരു ഡിജിറ്റ് ആണെങ്കിൽ അടുത്തത് 7 വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 5 ഒരു ഡിജിറ്റ് ആയിട്ടുള്ള കേസ് എല്ലാം കൺസിഡർ ചെയ്തു. നമുക്ക് ഓൾ പോസിബിൾ 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് വരണമെന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5 ഇല്ലാത്ത കേസുകളും കൺസിഡർ ചെയ്യണം. 5 ഇല്ലാത്ത കേസുകൾ എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റ് സ്ലോട്ടിനെ 5 രീതിയിലെ ഫില്ല് ചെയ്യാൻ പറ്റൂ. ഇവിടെ 5ഉം പറ്റില്ല, 0യും പറ്റില്ല. കാരണം 5 വരുന്ന കേസ് എല്ലാം നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 8 രീതിയിൽ ഇവിടെ 5 വരാൻ പറ്റില്ല. സോ ദിസ് ആൻസർ വിൽ ബിക്കം 8 into 9 into 5 അല്ലെ? So this is 40 into 9, which is 360 എന്ന് വരും. So the final answer will become 5 plus 360, which is 365 എന്നുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം വരും. കാര്യം പിടിയിടയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് നമുക്ക് റോളിംഗ് ഓഫ് ഡൈസ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ കോയിൻ ടോസിങ് പോലുള്ള ചോദ്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഈ ഏണിയും പാമ്പും ഒക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ഇങ്ങനെ 6 കുത്തുകൾ കാണും അല്ലെ? ചിലടത്ത് 1, 2, 3, 4, 5, 6 ഫേസസ് ഉണ്ട് അല്ലെ? ഒരു ഏണിയും പാമ്പിന്റെയും ഈ ഡൈസിൽ നമ്മൾ എടുത്ത് എറിയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോ റോളിംഗ് ഓഫ് ഡൈസ്, അതിൽ 4 ഡൈസസ് ആർ റോൾഡ്. 4 ഡൈസസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ 4 കോയിൻ ടോസ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ ഡൈസിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 6 പോസിബിലിറ്റി. രണ്ടാമത്തേന് 6, മൂന്നാമത്തേന് 6, നാലാമത്തേന് 6. So how many outcomes are possible? 6 raised to 4 outcomes are possible. So which is 1296 അല്ലെ? 6 raised to 4 എന്ന് പറയുന്നത് 36 into 36, 36 സ്ക്വയർ എന്ന് പറയുന്നത് 1296 അല്ലേ? അല്ലെ? So 6 into 6 into 6 into 6. So the final answer will become 1296. So total number of possible outcomes എന്ന് പറയുന്നത് 1296. B എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം. Number of ways in which no dice exhibit a 5. 5 വരാത്ത എത്ര രീതിയിൽ പറ്റുമെന്നും. അതായത് ആദ്യത്തെ ഡൈസ് എത്ര പോസിബിലിറ്റി ഉണ്ട്? 5 പോസിബിലിറ്റി ഉള്ളു. കാരണം 5 വരാൻ പാടില്ല. അതായത് ഈ 6 പോസിബിലിറ്റി ഉള്ളതിൽ 5 വരിക എന്നുള്ള പോസിബിലിറ്റി നമ്മൾ എടുത്ത് മാറ്റണം. So this can be filled in 5 ways. This can be filled in 5 ways. This can be filled in 5 ways. This can be filled in
5 so the answer will become 5 raised to 4. കാരണം എന്താ 5 വീഴുക എന്നുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ അങ്ങ് നീക്കുകയാണ്. ആ ഒരു പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. സോ ദി ആൻസർ വിൽ ബിക്കം 5 raised to 4. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 dice exhibit 5. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അത് ടോട്ടൽ മൈനസ് നൺ അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എത്രയാണ്? 6 raised to 4 1 2 9 6 മൈനസ് ദ കേസസ് വേർ നൺ ഓഫ് ദം ഷോസ് 5. നൺ ഓഫ് ദം ഷോസ് 5 എത്രയാണ്? 5 raised to 4 which is 625. So the answer will become 1296 minus 625 which is 671 will be the answer. കാര്യം പിടികിട്ടിയല്ലോ എങ്ങനെയാ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് 1 dice ടോട്ടൽ പോസിബിലിറ്റി 6 raised to 4 ആണ്. അതിൽ നിന്ന് ഒരെണ്ണം പോലും 5 വീഴ്ത്താത്ത കേസിനെ എല്ലാം സബ്ട്രാക്ട് ചെയ്ത് കളയുക. സോ ദി ആൻസർ വിൽ ബിക്കം 671. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റാങ്ക് പ്രോബ്ലം ഓർ ഡിക്ഷണറി പ്രോബ്ലം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചോദ്യത്തിലൂടെ ഇത് മനസ്സിലാക്കാം. How many words can be made by using all the letters of the word, all the letters of the word knife? നൈഫിന്റെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? 5 letter വേർഡ്സ് അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് 5 രീതിയിൽ, 4 രീതിയിൽ, 3 രീതിയിൽ, 2 രീതിയിൽ, 1 രീതിയിൽ. സോ ദി ആൻസർ വിൽ ബിക്കം 5 into 5 factorial which is 120. സോ എല്ലാ ലെറ്റേഴ്സും നൈഫ് എന്ന വേർഡിന്റെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും? 5 into 4 into 3 into 2 into 1 അല്ലെ. കാരണം ഫസ്റ്റ് സ്ലോട്ട് 5 രീതിയിൽ, സെക്കൻഡ് സ്ലോട്ട് 4 രീതിയിൽ, തേർഡ് സ്ലോട്ട് 3 രീതിയിൽ, ഫോർത്ത് സ്ലോട്ട് 2 രീതിയിൽ, ലാസ്റ്റ് സ്ലോട്ട് 1 രീതിയിൽ. സോ 120 വേർഡ്സ് ക്യാൻ ബി ഫൗണ്ട്. ഇത് മനസ്സിലായല്ലോ? ഇനി ഇപ്പോ if all these words are arranged as in a dictionary, what is the rank of knife? വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യം. ഇത് ഈ ഡിക്ഷണറിയുടെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ആൻഡ് എന്നുള്ള വേർഡില് എല്ലാ പെർമ്യൂട്ടേഷനും എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ പറ്റും? ADN പറ്റും, NDA പറ്റും, NAD പറ്റും, DNA പറ്റും, DAN പറ്റും. ഇതിനെ ഡിക്ഷണറിയിൽ എഴുതുവാണെങ്കിൽ ആദ്യം A വെച്ച് തുടങ്ങുന്ന വാക്കുകളല്ലേ വരുന്നത്. പിന്നെ അടുത്ത ഏർലിയസ്റ്റ് ലെറ്റർ DN ഇതായിരിക്കും ആദ്യം വരുന്നത്. പിന്നെ വരുന്ന A വെച്ച് തുടങ്ങി ND അല്ലെ. പിന്നെ N ആണോ? അല്ല. പിന്നെ D വെച്ച് തുടങ്ങുന്നത് DAN, DNA ഇതായിരിക്കുമല്ലോ. പിന്നെ എന്തായിരിക്കും? NAD യും NDA യും. So if someone asks you what is the rank of Dan will be 3. ഇതാണ് concept of arranging as in a dictionary and then giving it a rank. What is the rank of DNA? It should be 4. ഇങ്ങനെ ഇതേ രീതിയിൽ നമുക്കറിയാം 120 permutations, 120 വേർഡ്സ് നമുക്ക് നൈഫിന്റെ എല്ലാ ലെറ്റേഴ്സും വെച്ച് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ നൈഫിന്റെ റാങ്ക് എവിടെയായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. നൈഫിന്റെ റാങ്ക് എവിടെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നൈഫിനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിനെ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ABCDEFGHIJKLMN ഇതല്ലേ ആൽഫബറ്റിക് ഓർഡർ അല്ലെ. അപ്പൊ ആൽഫബറ്റിക് ഓർഡർ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? E വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സും ആദ്യം കഴിഞ്ഞു പോകും. E വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് E ഇവിടെ ഫിക്സ് ചെയ്തിട്ട് എത്ര രീതിയിൽ ചെയ്യാം? 4 into 3 into 2 into 1. അതായത് 4 factorial എന്ന് പറയുന്ന 24 വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് E. സിമിലർലി സ്റ്റാർട്ടിംഗ് വിത്ത് F എത്ര വരും? 24 വേർഡ്സ്. സ്റ്റാർട്ടിംഗ് വിത്ത് I എത്ര വരും? 24 വേർഡ്സ്. അപ്പൊ അത് ഇത്രയും കഴിഞ്ഞു. കാര്യം പിടികിട്ടിയല്ലോ? സോ ആദ്യം നമുക്ക് ഇത്രയും എവിടെ വരെ കിട്ടി? 24 + 24 + 24 വേർഡ്സ് കഴിഞ്ഞു. പിന്നെന്താ സംഭവിക്കുന്നത്? E വെച്ചും F വെച്ചും I വെച്ചും സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞിട്ട്
കെ വെച്ചുള്ളത് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കെ വെച്ച് തുടങ്ങിയിട്ട് പിന്നെയും ആദ്യം ഈ രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ള എത്ര എണ്ണം വരും? അതായത് കെയും ഇയും ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3, 2, 1 6 വേർഡ്സ് വരും. അതേപോലെ തന്നെ നമ്മൾ കെയും പിന്നെ അടുത്ത് എന്താ ഫിക്സ് ചെയ്യുന്ന? എഫും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 അല്ലെ? വീണ്ടും നമ്മള് കെയും എഫ് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഐയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 6. ഇത്രയും കൂടെ കഴിയണമല്ലോ. സോ +6 +6 +6 അല്ലെ? അതും കഴിഞ്ഞു. പിന്നെ എന്താ നമുക്ക് വരുന്ന? കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എണ്ണിൻ്റെത് വന്നു അല്ലെ? കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എണ്ണിൻ്റെത് വന്നു കഴിഞ്ഞാലും പിന്നെയും ഈ മൂന്നാമത്തെ ലെറ്റർ ആയിട്ടുള്ളതെല്ലാം പോവല്ലോ. ഈ മൂന്നാമത്തെ ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഇവിടെ 2, 1. സോ 2 more gone അല്ലെ? വീണ്ടും കെ എൻ വെച്ച് കഴിഞ്ഞ് ഈ കഴിഞ്ഞാൽ പിന്നെ ഏതാ? എഫ് വെച്ച് തുടങ്ങുന്നതും 2 കൂടെ വന്നു. പിന്നെയാണ് നമുക്ക് കെ എൻ ഐ അല്ലെ? കെ എൻ ഐ വന്നു കഴിഞ്ഞാൽ ഇ എഫ് ആണ് അടുത്തത്. അതിന്റെ അടുത്തതായിരിക്കണമല്ലോ കെ എൻ ഐ എഫ് ഇ. അതുകൊണ്ട് തന്നെ ഇത് സോ ദ റാങ്ക് വിൽ ബി 24 + 24 + 24 × 3 എന്ന് പറയുന്നത് 72 വന്നു. പിന്നെ 6 × 3 എന്ന് പറയുന്നത് 18 വന്നു. പിന്നെ ഈ 4ഉം 4ഉം വന്നു. അതായത് 90 + 4 94 വന്നു. +1 + 1 96. 96 ആയിരിക്കണം റാങ്ക് ഓഫ് നൈഫ്. കാര്യം പിടികിട്ടിയല്ലോ എങ്ങനെ നമ്മൾ ചെയ്തതെന്ന്. ആദ്യം ഇ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെല്ലാം കളഞ്ഞു. പിന്നീട് നമ്മൾ എഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെല്ലാം കളഞ്ഞു. പിന്നീട് ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം കളഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കെ വെച്ചുള്ളത് തുടങ്ങി കഴിയുമ്പോഴും വീണ്ടും രണ്ടാമത്തെ ലെറ്റർ ഇ വെച്ചുള്ളതെല്ലാം കളഞ്ഞു 6, എഫ് വെച്ചുള്ളതെല്ലാം കളഞ്ഞു, ഐ വെച്ചുള്ളതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ കെ എന്നിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആദ്യം ഇ വെച്ചുള്ളതെല്ലാം പോയി, എഫ് അടുത്തതെല്ലാം വരുന്നത് പോയി അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ഇതിലേക്ക് എത്തിയത്. സോ ദി റാങ്ക് വിൽ ബി 96. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, റെപ്പറ്റീഷൻ ഓഫ് ലെറ്റേഴ്സ് വരാത്തതിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കെ എൻ ഐ എഫ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് എഴുതുക. അതിന്റെ ആൽഫബറ്റിക് ഓർഡറിൽ താഴെ എഴുതുക. അതായത് എന്താണ്? ആൽഫബറ്റിക് ഓർഡർ എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മുകളിലത്തെ ആദ്യത്തെ ലെറ്റർ എടുക്കുക, കെ. അതിനെ താഴെയും ക്രോസ് ചെയ്യുക. ഇനി താഴെയുള്ള ഈ കെക്ക് മുന്നേ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3. അതങ്ങ് നമ്മൾ എഴുതുക. ഇൻഡു ഈ മുകളിലുള്ള കെക്ക് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4. അതിന്റെ ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഐ റിപ്പീറ്റ്, നമ്മൾ ആദ്യം നൈഫ് എഴുതി, പിന്നെ താഴെ അതിന്റെ ആൽഫബറ്റിക് ഓർഡർ എഴുതി, പിന്നെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള കെയെ മുകളിലും വെട്ടി താഴെയും വെട്ടി. താഴെ വെട്ടിയതിന് ശേഷം ഈ താഴെ വെട്ടപ്പെട്ട കെക്ക് മുന്നിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3. ഇൻഡു മുകളിലത്തെ കെക്ക് ശേഷം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4. അതിനെ 4 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് അടുത്തത് നമ്മൾ എന്നിനെ വെട്ടി, ഇവിടെയും എന്നിനെ വെട്ടി. ഈ വെട്ടപ്പെട്ട എന്നിന് മുന്നിൽ വെട്ടാത്ത എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇനി 3 ലെറ്റേഴ്സേ ഉള്ളൂ. ഇൻഡു ഈ വെട്ടപ്പെട്ട എന്നിന് ശേഷം എത്രയുണ്ട്? 3. അതിനെയും 3 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് ഇവിടെ വീണ്ടും നമ്മൾ ഐയിലെത്തി. ഐക്ക് മുന്നേ 2, ഐക്ക് ശേഷം 2. സോ അതിനെ 2 ഫാക്ടോറിയൽ കൊണ്ട് ചെയ്യും. പ്ലസ് അടുത്ത എഫ് എടുത്തു. എഫിന് മുന്നേ 1, എഫിന് ശേഷം 1, 1 ഫാക്ടോറിയൽ. പ്ലസ് ഇക്ക് മുന്നേ അവസാനത്തെ ഇതിൽ വരുമ്പോൾ ഒരു 0 ഫാക്ടോറിയൽ, അതായത് 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദി ആൻസർ വിൽ ബിക്കം 3 × 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 72 പ്ലസ് 3 × 6 എന്ന് പറയുന്നത് 18 പ്ലസ് 4 പ്ലസ് 2. സോ ദി ആൻസർ വിൽ ബിക്കം 96. ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ ഇപ്പൊ നമുക്ക് സൂരജ് എന്നുള്ള പേരിന്റെ എല്ലാ പെർമ്യൂട്ടേഷനും എഴുതിയിട്ട് റാങ്ക് ഓഫ് സൂരജ് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എ എഴുതും, ആൽഫബറ്റിക് ഓർഡറിൽ എഴുതും. ABCDEFG HIJK LMNOP QRSTU RSTU ഇങ്ങനെയല്ലേ? AJRSTU എഴുതി. ആദ്യം എന്താ ചെയ്യുന്നത്? എസിനെ ഇവിടെ വെട്ടുക. താഴത്തെ എസിന് മുന്നേ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3. ഇൻഡു മുകളിലത്തെ എസിന് ശേഷം എത്രയുണ്ട്? 4. സോ ഇൻഡു 4 ഫാക്ടോറിയൽ. പ്ലസ് ഇവിടെ യു വെട്ടി, ഈ യുവിന് മുന്നേ എത്ര? 3. യുവിന് ശേഷം എത്ര? 3. 3 ഫാക്ടോറിയൽ. പ്ലസ് ഈ 6ന് വെട്ടി, 6ന് മുന്നേ 2 ഇൻഡു 6ന് ശേഷം 2 ഫാക്ടോറിയൽ. പ്ലസ്
എയെ വെട്ടി എയെ വെട്ടി. ഈ എക്ക് മുന്നേ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 0 into 1 ഫാക്ടോറിയൽ പ്ലസ് ഈ ജെക്ക് ജെ വെട്ടി അവസാനത്തേന് നമുക്ക് 0 ഫാക്ടോറിയൽ, അതായത് ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് റൂൾ. ഓക്കെ, സോ 3 into 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 72 plus 18 plus 4 plus ഇത് 0 into anything 0 ആണ് plus 1. So the answer will become 95. Rank will become 95 over here. ഇതൊരു ഷോർട്ട് കട്ട് ആണ് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാനുള്ള. KEAMനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു ഷോർട്ട് കട്ട് ആണ് ഇത്. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ കാര്യത്തെ തന്നെ നമ്മൾ നമ്പറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ചോദ്യം ഒന്ന് കാണാം. ചോദ്യം എന്ന് പറയുന്നത് there are 720 permutations of digits 1 2 3 4 5 6. Full stop. Suppose these permutations are arranged from smallest to largest. Find the number at 124th position. 124th പൊസിഷനിലുള്ള നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം 720 നമ്പേഴ്സ് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയാ? 6 ഡിജിറ്റ്സ് അല്ലേ ഉള്ള? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കുമല്ലോ അത്. അപ്പൊ ആദ്യം ഡെഫിനറ്റ്ലി സ്മോളസ്റ്റ് നമ്പേഴ്സ് വിൽ സ്റ്റാർട്ട് വിത്ത് 1, റൈറ്റ്? ഇപ്പൊ നമ്മൾ 1നെ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1നെ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 രീതിയിൽ 4 3 2 1, അതായത് 5 ഫാക്ടോറിയൽ 120 നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് നമുക്ക് 1 നമുക്ക് കിട്ടും. കാര്യം പിടികിട്ടിയല്ലോ. 120 നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ 1 വെച്ചുള്ള എല്ലാ നമ്പേഴ്സും കഴിഞ്ഞപ്പോൾ 120 നമ്പേഴ്സ് കിട്ടി. നമുക്കിനി കാര്യം എളുപ്പമായല്ലോ. 124th പൊസിഷനിലുള്ളത് ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിങ് വിത്ത് 2 ആയിരിക്കും അല്ലെ? അപ്പൊ 2 വെച്ച് തുടങ്ങുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? അതങ്ങ് നമുക്ക് ആദ്യം എഴുതാം. 2 വെച്ച് തുടങ്ങുന്ന സ്മോളസ്റ്റ് നമ്പർ വരണമെങ്കിൽ 2 ആദ്യം വെച്ചിട്ട് പിന്നെ എല്ലാം സ്മോളസ്റ്റ് നമ്പർ ലാർജസ്റ്റ് പ്ലേസ് വാല്യൂവിൽ നമ്മൾ സ്മോളസ്റ്റ് നമ്പേഴ്സ് കൊടുക്കുക. 2 1 പിന്നെ 3 4 5 6 ഇതായിരിക്കണമല്ലോ നെക്സ്റ്റ് സ്മോളസ്റ്റ്. നെക്സ്റ്റ് സ്മോളസ്റ്റ് ഏതായിരിക്കും? 2 1 3 4 6 5 ആയിരിക്കണമല്ലോ നെക്സ്റ്റ് സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് അന്നേരം 121st നമ്പർ, ഇത് 122nd. 123rd നമ്മൾ എന്താ എഴുതുന്നത്? 2 1 3. ഇവിടെ സ്മോളസ്റ്റ് കൊണ്ടുവരണം, 5 കൊണ്ടുവന്നിട്ട് ഇവിടെ പിന്നെയും സ്മോളസ്റ്റ് 4 6. ഇതായിരിക്കണമല്ലോ 123rd. അടുത്തത് എന്താ വരുന്നത്? 2 1 3 5 6 4. ഇതായിരിക്കണമല്ലോ നെക്സ്റ്റ് സ്മോളസ്റ്റ്. 124th നമ്പർ എന്ന് പറയുന്നത് 2 1 3 5 6 4. ലോജിക്ക് പിടികിട്ടിയല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിലും ഈ ലെവലിലുള്ള ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ഒരിതിനെയും കൊടുക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന? എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ചെയ്തതാണ് ഇങ്ങനെ: വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് 3 2 1 4 5 6. ഇതാണ് നിങ്ങളുടെ ചോദ്യം. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക. 3 2 1 4 5 6 എന്താ ചെയ്യുന്നത്? 1 വെച്ചുള്ള എല്ലാം എക്സോസ്റ്റ് ചെയ്യണം, 2 വെച്ചുള്ള എല്ലാം എക്സോസ്റ്റ് ചെയ്യണം. അപ്പൊ 240 നമ്പേഴ്സ് ഓൾറെഡി കഴിഞ്ഞു അല്ലെ? പിന്നെ 3 ആദ്യം 1 അടുത്തത് വന്നതെല്ലാം എക്സോസ്റ്റ് ചെയ്യണം. കാര്യം പിടികിട്ടിയല്ലോ. എന്നിട്ട് പിന്നെ നോക്കണം, അപ്പം നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഹിന്റ്. എല്ലാവരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിന്റെ ഫൈനൽ ചോദ്യം ഒന്ന് ചെയ്യുന്നതെന്ന് നോക്കുക. പാലിൻഡ്രോം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പാലിൻഡ്രോം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം ഒരു പാലിൻഡ്രോം ആണ്. എല്ലാവർക്കും അറിയാവോ? കാര്യം എന്താ? മലയാളത്തിന് ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ മലയാളം എന്ന് തന്നെ വരും.
കാര്യം പിടിയിടാം. സോ പാലിൻഡ്രോം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചു കഴിഞ്ഞാലും ഒരേ രീതിയിൽ വരുന്ന റൈറ്റിങ്ങിന് വേറൊരെണ്ണം ഇപ്പൊ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാലിൻഡ്രോം ആണ്. സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാലിൻഡ്രോം ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് വായിച്ചു കഴിഞ്ഞാലും ഇപ്പം എ എന്ന് പറയുന്നതും ഒരു പാലിൻഡ്രോം തന്നെയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് വായിച്ചു കഴിഞ്ഞാലും പാലിൻഡ്രോം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, ഹൗ മെനി 5-letter palindromes are possible? Palindromes are possible. This is the question. അപ്പൊ നമുക്ക് 5-letter palindromes വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ചല്ലേ ഉണ്ടാക്കുന്നത്, അതായത് 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ആൻസർ എന്തായിരിക്കും ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ലോട്ടിന് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഏത് ആൽഫബറ്റ് വേണമെങ്കിലും വെച്ച് ഫില്ല് ചെയ്യാം അല്ലെ, 26 രീതിയിൽ ഫില്ല് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് സ്ലോട്ടിനെയോ ഇവിടെ എന്തുണ്ടോ അതേ സാധനം തന്നെ ഇവിടെയും വരണ്ടേ? ഇവിടെ ഏത് ഉപയോഗിച്ചോ അതേ രീതിയിൽ മാത്രമേ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റൂ. അതായത് ഇവിടെ ഒരൊറ്റ രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റൂ. കാര്യം പിടികിട്ടിയല്ലോ. ആദ്യത്തെ സ്ലോട്ടിന് നമുക്ക് 26 രീതിയിൽ ഫില്ല് ചെയ്യാം, പക്ഷെ അവസാനത്തെ സ്ലോട്ടിനെയോ ആദ്യത്തെ സ്ലോട്ടിൽ എന്തുണ്ടോ അത് തന്നെയേ ലാസ്റ്റിൽ പറ്റൂ, അതായത് ഒരൊറ്റ രീതിയിലേ പറ്റൂ. സെയിം വേ അറൗണ്ട് രണ്ടാമത്തെ സ്ലോട്ടിനെയും നമുക്ക് 26 രീതിയിൽ ചെയ്യാം, കാരണം റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് നമുക്ക് ഇവിടെ ഒബ്വിയസ് ആണ് അല്ലെ, ഇവിടെ വന്നത് തന്നെ ഇവിടെ വരാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്ലോട്ടിന് നമുക്ക് 26 രീതിയിൽ ഫില്ല് ചെയ്യാം, പക്ഷേ ഇവിടെ എന്ത് വന്നോ അത് തന്നെ ആയിരിക്കണം ഇവിടെയും, അതായത് ഇവിടെ ഇത് ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. മൂന്നാമത്തെ സ്ലോട്ടിനെ നമുക്ക് 26 രീതിയിൽ ഫില്ല് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 26 രീതിയിൽ ഫില്ല് ചെയ്തു, അത്രേ ഉള്ളൂ. സോ ദി ആൻസർ വിൽ ബിക്കം 26 into 26 into 26 into 1 into 1. So the answer will become 26 cube. This is the final answer. കാര്യം പിടികിട്ടിയോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് വളരെ നല്ല രീതിയിൽ ജെഇക്ക് വന്നിട്ടുള്ള എല്ലാ ലെവലിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ജെഇ അഡ്വാൻസിന്റെയും ജെഇ മെയിൻസിന്റെയും ലെവലില് ഫണ്ടമെന്റൽ തിയറം പൊളിച്ചെടുത്തിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഫാക്ടോറിയൽ നൊട്ടേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ആ വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീണ്ടും കാണാം. വീണ്ടും ഒന്നും കൂടെ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഇതിനെ നന്നായിട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലും എല്ലായിടത്തും ഇട്ടങ്ങ് പൊളിച്ചേക്കണേ. വിൽ മീറ്റ് അഗെയിൻ. ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം.